ഫിസിക്സിലെ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് നമ്മുടെ ഫിസിക്സിന്റെ ഫസ്റ്റ് ടെക്സ്റ്റിനകത്ത് കുളിച്ച ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ബ്രാഞ്ചിലെ കുറച്ച് ചാപ്റ്റേഴ്സ് അടക്കി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ ബുക്കിനകത്ത് പഠിക്കുന്നത്. ഈ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ബ്രാഞ്ചിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് പഠിക്കുന്നത്. ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, രണ്ട് ഇലക്ട്രോഡൈനാമിക്സ്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നിൽക്കുക, റെസ്റ്റ് ഇല്ലേ? അപ്പൊ ഇലക്ട്രോ മീൻസ് ചാർജ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ്. അതായത് ഈ ശാഖ പഠിക്കുമ്പോൾ, ഈ ശാഖയിലെ ഏത് ചാപ്റ്റർ പഠിച്ചാലും ചാർജ് എങ്ങനെയായിരിക്കും? ചാർജ് റെസ്റ്റിലായിരിക്കും. റെസ്റ്റിലുള്ള ചാർജിന്റെ പ്രോപ്പർട്ടി അതുപോലുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ബ്രാഞ്ച് പഠിക്കുന്നത്. നേരെ ഇലക്ട്രോ ഡൈനാമിക്സിനകത്തേക്ക് വരുമ്പോൾ അതെന്താ? ഡൈനാമിക്സ് മീൻസ് മോഷൻ. ചാർജിന്റെ മോഷനെ പറ്റി, അതായത് സ്റ്റഡി ഓഫ് ചാർജസ് ഇൻ മോഷൻ. മൂവ്മെന്റിലുള്ള അല്ലെങ്കിൽ മോഷനിലുള്ള ചാർജുകളെ പറ്റി പഠിക്കുന്ന ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോഡൈനാമിക്സ്. ഈ രണ്ട് ബ്രാഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ 8 ചാപ്റ്റർ. അപ്പൊ ഏതൊക്കെ ചാപ്റ്റർ എവിടെ പെടുന്നു എന്നുള്ളതും ഓർഡറിൽ പഠിക്കുന്ന കാര്യം എന്താണെന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെ വേണം പഠിക്കാം. 8ാമത്തെ ചാപ്റ്ററിൽ പഠിച്ച് 1ാമത്തേലോട്ട് വരാം, 3 പഠിച്ച് 8ലോട്ട് പോകാം, 3 പഠിച്ച് 1ലോട്ട് വരാം, 4 എങ്ങനെയാണ് നമുക്ക് പഠിക്കാം. പക്ഷേ ഈ വർഷം, കഴിഞ്ഞ വർഷം അങ്ങനെ പഠിക്കായിരുന്നു. പക്ഷേ ഈ വർഷം 1ാമത്തെ ചാപ്റ്റർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ 2ാമത്തെ ചാപ്റ്റർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ 3ാമത്തെ ചാപ്റ്റർ. അങ്ങനെ ഒരേ ഓർഡറിലാണ് ഒരു പീരിയോഡിക്ക. ശരിക്കും പറഞ്ഞു ഓരോ സാധനങ്ങൾ എന്താ നമ്മളൊരു എന്താണ് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഇത് പഠിച്ചാൽ ഇതിനകത്തെ ഡെറിവേഷൻ അവിടെ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കണ്ടുപിടിച്ച ഇക്വേഷൻ പഠിച്ചായിരിക്കും അവിടെ ഒരു ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് വീണ്ടും ഇങ്ങനെ എന്താണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പല കാര്യങ്ങളും. അപ്പം ഈ ഓർഡറിൽ പഠിച്ചാലേ നമുക്കത് ക്ലിയർ ആയിട്ട് ചെയ്യുള്ളൂ, കണക്ട് ആവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് പെടുന്നതാണ്. അതെന്താ അറിയോ? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇലക്ട്രിക് ചാർജിനെ പറ്റി നിങ്ങൾക്ക് മാഗ്നറ്റിനെ പറ്റി അറിയാം. മാഗ്നറ്റ് എന്താ അറിയാം? മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതിനെ പറ്റി അറിയാം അല്ലേ? അതേപോലെ തന്നെ ചാർജ്, ഒരു സിംഗിൾ ചാർജ് എടുക്കുന്നതിന് ആ ചാർജിന് ചുറ്റും എന്തുണ്ടാവും? ഫീൽഡ് ഉണ്ടാവും. അതുകൊണ്ടാണ് രണ്ട് ചാർജ് അടുത്ത് വരുന്നത് എന്ത് സംഭവിക്കും? പോസിറ്റീവ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, നെഗറ്റീവ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ വന്നാൽ അട്രാക്ട് ചെയ്യും. ഒരു ചാർജ് ഇവിടെ, ഒരു ചാർജ് പോയിന്റ് ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യും ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ചാർജിന് ഒരു റേഞ്ച് ഉണ്ട്, ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിന് ഉള്ളിലോട്ട് വന്നാലേ ഈ ഫോഴ്സ് അറിയുള്ളൂ. അപ്പം റെസ്റ്റിലുള്ള ചാർജിന്റെ എല്ലാ പ്രോപ്പർട്ടീസും പഠിക്കുന്ന ഒരു ചാർജാണ് ഇലക്ട്രിക് ചാർജ്. അതായത് ഒരു ചാർജ് ഉണ്ടെന്നും ആ ചാർജ് 2 ടൈപ്പ് ഉണ്ടെന്നും, ഒരു ചാർജ് 2 ടൈപ്പ് ചാർജ് ഉണ്ടെന്നും, ആ ചാർജ് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്നും, ആ ഇലക്ട്രിക് ഫീൽഡിലോട്ട് വേറൊരു ചാർജ് വന്നു കഴിഞ്ഞാൽ ആ വന്ന ചാർജിന്റെ മണ്ണിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. പിന്നെ കുറച്ച് ഗോസ് തിയറം എന്ന് പറഞ്ഞ കുറെ കൺസെപ്റ്റുകളും ഒക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ പഠിക്കുന്ന ചാർജ് എന്തിനാണ്? ചാർജ് റെസ്റ്റിലാണ്. ചാർജിന് അനക്കമില്ലാത്ത ചാർജുകളെ പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ശരിക്കും പറഞ്ഞാൽ എന്ത്? അനക്കമില്ലാത്ത ചാർജുകളെ പറ്റി പഠിക്കുന്ന, അനക്കമില്ലാത്ത ചാർജുകളുടെ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കുന്ന, അവരുടെ ആപ്ലിക്കേഷനെ പറ്റി പഠിക്കുന്ന, അവരുടെ കൺസെപ്റ്റിനെ പറ്റി പഠിക്കുന്ന ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജ്. അതുകൊണ്ടാണ് ഇത് സ്റ്റാറ്റിക്സിൽ വന്നത്. ഓക്കെ, 2ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് അവിടെ നിൽക്കട്ടെ, അത് പിന്നീട് പറയാം. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ചാർജ് ഇരിക്കുക, ഇതൊരു പോസിറ്റീവ്. ഇതിന് ചുറ്റിനും ഇത്രയും റേഞ്ച് ഉണ്ട്. ഓക്കെ, വേറൊരു പോസിറ്റീവ് ചാർജ് ഇവിടെ ഇരിക്കുക. ഈ പോസിറ്റീവ് ചാർജ് ഇല്ല, കാരണം എന്താ? ആ റേഞ്ചിലല്ല, കാരണം ആ ഇലക്ട്രിക് ഫീൽഡിലല്ല എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ശരിയല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ചാർജിനെ ഞാൻ ഇവിടോട്ട് വെച്ചിട്ട് ഞാൻ കൈ എടുത്തു സംഭവിക്കും. ഇവനെ തെളി എന്ത് ചെയ്യുന്നു? ഈ ഫീൽഡിന് പുറത്തോട്ട്. കാരണം എന്താ?
ഈ ചാർജ് ഇവന്റെ മണ്ടയ്ക്ക് ഒരു ഫോഴ്സ് കൊടുത്തു, റിപ്പൾസീവ് ഫോഴ്സ്. എന്നാലും എനിക്ക് ഈ ചാർജിനെ ഇവിടെ കൊണ്ടു വെക്കണം. ഞാൻ എന്ത് ചെയ്യണം? ആ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ, അതായത് എക്സ്റ്റേണൽ വർക്ക് ചെയ്യണം. ഫോഴ്സ് കൊടുക്കാന്നല്ല, വർക്ക് ചെയ്യാം. അതായത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഒരു ഫോഴ്സ് കൊടുത്ത് ഇവിടെ കൊണ്ടുവച്ചു, കൈവിട്ടാൽ പുറത്തു പോകും. അപ്പൊ അവിടെ തന്നെ നിൽക്കണം. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവിടെ എന്നെ പിടിച്ചു വെച്ചോണ്ടിരിക്കണം. പിടിച്ചു വെക്കുമ്പോൾ എന്റെ കയ്യിൽ ഇങ്ങോട്ടേക്ക് ഫോഴ്സ് നൽകിക്കൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യാം? ഞാൻ ഇങ്ങനെ പിടിച്ചു വെക്കും. ഞാൻ ഒരു വർക്ക് ഡൺ ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ നിലനിർത്താൻ പറ്റുള്ളൂ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് അല്ലെങ്കിൽ ഈ ചാർജിനെതിരെ നമ്മൾ ഈ ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക്. ഈ ചാർജ് എപ്പോഴും എന്ത് തന്നെയായിരുന്നു? ഈ ചാർജ് എങ്ങനെ ഇരിക്കുക? അനക്കമില്ല, റെസ്റ്റിൽ തന്നെ ആയിരിക്കുന്നത്. റെസ്റ്റിലിരിക്കുന്ന ചാർജിന്റെ പൊട്ടൻഷ്യലാണ് നമുക്ക് ഈ വർക്ക്. കാരണം ആ ചാർജിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഒരു ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിനകത്തോട്ട് വേറൊരു ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്കാണ് പൊട്ടൻഷ്യൽ. അപ്പോഴും ഈ ചാർജ് എന്തായിരിക്കും? റെസ്റ്റിലാണ് ഇരിക്കുന്നത്. അനക്കമില്ല. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഈ രണ്ട് ചാപ്റ്റർ പഠിക്കുമ്പോഴും ചാർജ് റെസ്റ്റ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈ ചാർജിനെ മൂവ് ചെയ്യില്ലയോ? നമ്മൾ ഈ ചാർജിന്റെ കാര്യമില്ല, നമ്മൾ ഈ ചാർജ് പൊട്ടൻഷ്യൽ ആരുടെ പൊട്ടൻഷ്യൽ? ഇവന്റെ പൊട്ടൻഷ്യൽ. ഇവന്റെ ചാർജിനെതിരെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ശരിയല്ലേ? അല്ലേ? ഇവനാണ് ഓക്കെ. അത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്ററിനകത്ത് പറയാം. ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടോട്ട് വന്നപ്പോഴേക്കും ഇതെന്താ? ഇലക്ട്രോ ഡൈനാമിക്സിലോട്ട് വരും. ഈ രണ്ട് ചാപ്റ്ററേ ഉള്ളൂ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് വരികയാണ്. മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഇലക്ട്രിസിറ്റി. എന്താണ് കറണ്ട് ഇലക്ട്രിസിറ്റി? അതായത് ഈ കറണ്ട് ഇലക്ട്രിസിറ്റി നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ചാർജ് ഫ്ലോ ചെയ്യണം എന്ന് പറയുന്നത്. ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട്. നിങ്ങൾ ഇവിടെ നോക്കി, ഈ ചാർജ് ഒരു ചാർജിനെ നിങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യുക, ചാർജ് ഫ്ലോ ചെയ്യും. ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ടാവും, കറണ്ട് ഉണ്ടാവും. അങ്ങനെയാണ് ഈ ചാർജ് മൂവ് ചെയ്യുമ്പോൾ ചാർജ് മൂവ്മെന്റ് വന്നല്ലോ. ഈ ചാർജ് മൂവ്മെന്റ് വന്നല്ലോ. മൂവ്മെന്റ് വരുന്ന ചാർജിനെ പറ്റി പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ച് ഏതാ? ഇലക്ട്രോ ഡൈനാമിക്സ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ചാർജ് മൂവ് ചെയ്തപ്പോൾ അവിടെ ഒരു പുതിയ സ്ഥിതി ഉണ്ടായി, കറണ്ട്. അതിനെ പറ്റിയാണ് മൂന്നാമത്തെ ചാപ്റ്റർ. തെറ്റാണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. നാലാമത്തെ ചാപ്റ്റർ പഠിക്കാനുള്ളത് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റ്സ്. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റ്സ്. എന്താണ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം? നമുക്കറിയാം, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചാണ് ഇങ്ങനെ ഒരു കണ്ടക്ടർ. ഈ കണ്ടക്ടറിനകത്ത് കറണ്ട് പോവുകയാണെങ്കിൽ ഇതിന് ചുറ്റും തമ്പ് റൂൾ വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതിനെ പറ്റി നമ്മൾ പഠിച്ചാൽ ഓർക്കുന്നുണ്ടോ? അതിനകത്ത് എന്തുവാ? ഇതിനകത്തുള്ള കറണ്ട് പോയപ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ഇതിനകത്തുള്ള കറണ്ട് പോയത് എങ്ങനെയാണ്? ഇതിനകത്തുള്ള ചാർജ് ഫ്ലോ ചെയ്തപ്പോഴല്ലേ? ഇതിനകത്തുള്ള ചാർജ് മൂവ് ചെയ്തപ്പോഴല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ചാർജ് മൂവ് ചെയ്തപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ചാർജ് മൂവ് ചെയ്തപ്പോഴാണല്ലോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത്. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്ന ജനറലി പറയുമെങ്കിലും കറണ്ട് ഫ്ലോ ചെയ്യാൻ കാരണക്കാരനായ ചാർജ് മൂവ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഉണ്ടായത്. ആ ചാപ്റ്റർ അതിനെയാണ് കണ്ടത് നമ്മൾ മൂവിംഗ് ചാർജസ് ആൻഡ്. അഞ്ചാമത്തെ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്താ പഠിക്കുന്നത്? മാഗ്നറ്റിസം ആൻഡ് മാഗ്നറ്റിസം ആൻഡ്. എന്താണ് ഈ മാഗ്നറ്റിസം ആൻഡ് മാഗ്നറ്റിസം? നിങ്ങൾ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാത്രമേ മാഗ്നറ്റിസം കണ്ടിട്ടുള്ളൂ. ഒരു ബാർ മാഗ്നറ്റിക് മാഗ്നറ്റിസം കറണ്ട് ഫ്ലോ ചെയ്തിട്ടുണ്ടാകുന്ന അല്ല. മനസ്സിലായോ? ഒരു കോമ്പസ് ഫീൽഡിലെ മാഗ്നറ്റിസം കറണ്ട് ഫ്ലോ ചെയ്തിട്ടുണ്ടാകുന്ന അല്ല. അതൊക്കെ എന്ന് പറയുന്നത് നാച്ചുറൽ. ഈ എർത്തിന്റെ പല ഭാഗത്തിലും നാച്ചുറൽ മാഗ്നറ്റിസം ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ നാച്ചുറൽ മാഗ്നറ്റിസം എർത്തിന്റെ പല ഭാഗത്തും. കാരണം ഈ നമ്മുടെ ഇരുമ്പിന്റെ സ്റ്റഡുള്ള ഷൂ കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാല് കൊടുക്കാൻ പറ്റത്തില്ല ചില ഭാഗത്ത്. അത് പറയാൻ പറയാൻ കഴിയില്ലേ? അപ്പം ഒരു മാറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിസത്തെ പഠിക്കുന്ന ചാപ്റ്ററാണ്. ആറാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? നമ്മള് നാലാമത്തെ ചാപ്റ്ററിനകത്ത് പഠിച്ചത് ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ ആ ചാർജ് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതായത് കറണ്ടിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിന് കറണ്ട് ഉണ്ടാക്കാൻ കഴിവുണ്ട് എന്നുള്ള പഠിപ്പിക്കുന്ന ചാപ്റ്ററാണ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ചെയ്യാനുള്ള, ഇൻഡ്യൂസ് ചെയ്യാനുള്ള. അതായത് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡക്ഷൻ നിങ്ങൾ പഠിക്കാതെ കഴിഞ്ഞാൽ എന്താ? പഠിക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വീട്ടുകാർ ചെയ്യുന്നത് ഇൻഡക്ഷൻ. മനസ്സിലായി?
അപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അതേപോലെ തന്നെ. ഇപ്പം ഇതെന്റെ കയ്യിലിരിക്കുന്ന ഒരു കണ്ടക്ടറാണ്, ഇതെന്റെ കയ്യിലിരിക്കുന്ന ഒരു കണ്ടക്ടറാണെങ്കിൽ ഈ കണ്ടക്ടറിനകത്ത് ചുമ്മാ ഇരിക്കും, ഇതിനകത്ത് ബാറ്ററി കൊടുത്തിട്ടില്ല, ഒരു AC കൊടുത്തിട്ട് സ്വിച്ച് ഓൺ ആക്കിയിട്ട് സ്വിച്ചിന്റെ വയറിന്റെ അപ്പുറം ഇപ്പുറത്തും കൂടെ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ചുമ്മാ എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. ഇതിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇതിലൂടെ കറണ്ട് ഒഴുകാൻ പറ്റും ഇത് കണ്ടക്ടറാണ്. എങ്ങനെ അറിയാം? ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യണം. ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ വേറൊരു മാഗ്നറ്റിന്റെ അടുത്തോട്ട് കൊണ്ടുവന്നാൽ അടുത്തോട്ട് കൊണ്ടുവരുന്ന ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കൂടി വരും, അകത്തിക്കൊണ്ട് പോകും, മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്ത് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി കറണ്ട് ഉണ്ടാവും. മനസ്സിലായോ? അപ്പം നാലാമത്തെ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത് ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അതായത് കറണ്ടിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് എന്താ ഉണ്ടാക്കാനുള്ളത്? തിരിച്ച് കറണ്ട്. അതിനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് മാഗ്നറ്റിസം വെച്ചിട്ട് തെറ്റാണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ആ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആൾട്ടർനേറ്റിംഗ് കറണ്ട്. നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ എവിടെയൊക്കെ 10ാം ക്ലാസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടായിരുന്നു ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അല്ല അത് അവിടെ പഠിച്ചതാണ് നമ്മൾ പഠിച്ചു. അപ്പം ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുമ്പോൾ കറണ്ട് ശരിക്കും രണ്ടില്, ഒന്ന് ഡയറക്റ്റ് കറണ്ട് ഉണ്ട്, DC ഉണ്ട്, ഒന്ന് AC ഉണ്ട്. ഓക്കെ, DC എന്ന് പറയുമ്പോൾ നമ്മുടെ സെല്ലിൽ നിന്ന് കിട്ടുന്ന കറണ്ടിനെയാണ് അതിന്റെ ഗ്രാഫ് വരച്ചത് ഇങ്ങനെയാണ്. എന്നാൽ AC എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി എന്റെ ലാപ്ടോപ്പ് വർക്കുന്നത്, നിങ്ങളുടെ വീട്ടിലെ ലാപ്ടോപ്പ് വർക്കുന്നത്, നിങ്ങളുടെ ഫോൺ വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യുന്നത്, ഫോൺ വർക്ക് ചെയ്യുന്നത് DC വെച്ചാണ്. കാരണം ഫോണിനകത്ത് ഒരു ബാറ്ററി ഉണ്ട്, ആ ബാറ്ററി വെച്ചിട്ടാണ് ഫോൺ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഫോൺ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആൾട്ടർനേറ്റിംഗ് കറണ്ട് വെച്ചാൽ. നിങ്ങളുടെ വീട്ടിൽ ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്, ഫാൻ ഫംഗ്ഷൻ ചെയ്യുന്നത്, ഇതെല്ലാം എന്താ ഡാമിൽ നിന്ന് കിട്ടുന്ന AC ആണ്. അതെപ്പോഴും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? നമുക്ക് സാധാരണ ഒരു കൺഫ്യൂഷൻ ആണ്, ഇതല്ലേ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത്, ഇതല്ലേ ഡയറക്റ്റ് കറണ്ട്. ഡയറക്റ്റ് കറണ്ട് നമ്മൾ ഈ ഡയറക്ഷൻ ഒറ്റ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും. ഇത് രണ്ട് ഡയറക്ഷൻ ഫ്ലോ ചെയ്യും. അതായത് കണ്ടോ, മുകളിലോട്ട് താഴോട്ട്, ഇവിടെ കണ്ടോ ഒറ്റ ഡയറക്ഷൻ, പോസിറ്റീവ് ഡയറക്ഷൻ. അപ്പൊ ഇത് ഇച്ചിരി ബ്രോഡ് ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ 8 ചാപ്റ്ററിൽ ഏറ്റവും പഠിക്കാനുള്ള പാടുള്ള 2 ചാപ്റ്റർ, ഒന്ന് 4ാമത്തെ ചാപ്റ്റർ, ഒന്ന് 7ാമത്തെ. കട്ടപ്പാട്. മനസ്സിലായോ? ഓക്കെ, ഇനി 8ാമത്തെ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചാർജ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യുന്നത് അവിടെ റേഡിയേഷൻ. നമ്മൾ തന്നെ പറയുന്നത് മാക്സ്വെൽസിന്റെ തിയറി വെച്ച് നമ്മളിപ്പം കുറെ ഓടുന്നത് സംഭവിക്കും. നീ ഓടക്കാരല്ലേ, നീ ഓടിയിട്ട് നീ ആരെങ്കിലും ഓടിയിട്ട് നീ ഇങ്ങനെ നിൽക്കുമ്പോൾ നീ ശ്വസിക്കുമ്പോൾ നിന്റെ വായിന്ന് പുക പോകുമ്പോഴേക്കും ഒരു ചൂട് കാറ്റ് അല്ലേ, അത് തൊട്ടടുത്ത് നീ ആൾക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ ശരീരം ആക്സിലറേറ്റ് ചെയ്തപ്പോൾ അവിടെ നിന്ന് എന്ത് ജനറേറ്റ് ചെയ്യാം? ആ ഹീറ്റ് റേഡിയേഷൻ ആയിട്ട് ഇങ്ങനെ പുറത്തോട്ട് എന്ത് ചെയ്യാം? അതാണ് മാക്സ്വെൽ പറയുന്നത്. മാക്സ്വെൽ പറയുന്നത് ചാർജ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ഫോമിൽ. അത് പല രീതിയിലുണ്ട്, നമ്മൾ പഠിച്ചാണ്. ഗാമ റേ, എക്സ്റേ, UV റേ, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ്, അതായത് വിസിബിൾ, ഇൻഫ്രാറെഡ്, റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ് അല്ലേ? ഈ 7 റേഡിയേഷൻ, ഇതിന്റെ സോഴ്സ്, ഇതിന്റെ ആപ്ലിക്കേഷൻ, ഇതിന്റെ യൂസ് എന്താണ്, ഇതിന്റെ ഫ്രീക്വൻസി, വേവ്ലെങ്ത് എന്താണ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. എക്സ്ട്രാ ആയിട്ട് 2 കാര്യങ്ങൾ ഇതുവരെ പഠിക്കാത്ത ഒരു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്ന ടോപ്പിക്കും, ഈ മാക്സ്വെൽ ഇക്വേഷനെ ആംബിയർ കറക്റ്റ് ചെയ്യാൻ ആംബിയർ ഇക്വേഷൻ മാക്സ്വെൽ കറക്റ്റ് ചെയ്ത് അതിനെ ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ പറയും. അങ്ങനെയുള്ള ഒരു 4 ഇക്വേഷനെ ചെറിയൊരു ഡെറിവേഷൻ. ഇത് ഏറ്റവും എളുപ്പമുള്ളതാണ്. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും കാരണം അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വളരെ സിമ്പിളാണ്. ഓക്കെ, ഈ ചാപ്റ്ററിന് 4 മാർക്കിന് ചോദിക്കും. മനസ്സിലായി? അപ്പം ചില സ്കൂളിൽ ഇപ്പം സിറ്റാഡിനെ സംബന്ധിച്ച് സിറ്റാഡിൽ 2 ചാപ്റ്റർ തുടങ്ങി. പക്ഷെ നമ്മുടെ ഈ പഠിപ്പിക്കുന്ന രീതി വെച്ചിട്ട് എങ്ങനെയാണ് പഠിക്കുന്നത്, അത് 8ാമത് പഠിക്കണം. മനസ്സിലായി? കാരണം ഇതെല്ലാം കണക്റ്റഡ് ചാപ്റ്റർ. കണക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായി? ഈ ചാപ്റ്ററിൽ ഈ ചാപ്റ്ററിൽ, കാരണം ഈ ചാപ്റ്ററിനകത്താണ് നമ്മൾ ഒരു ചാർജിന് ചുറ്റിനുള്ള ഫീൽഡിനെ പറ്റി പഠിക്കുന്നത്. ആ ഫീൽഡിനകത്ത് വേറൊരു ചാർജിന് മൂവ് ചെയ്യുമ്പോഴാണ് വർക്ക് ഡൺ ചെയ്യേണ്ടത്. അതാണ് 2ാമത്തെ ചാപ്റ്റർ പഠിക്കുന്നത്. അങ്ങനെ വർക്ക് ഡൺ ചെയ്തിട്ട് ഒരു ചാർജിന് മൂവ് ചെയ്യുമ്പോൾ ചാർജ് ഫ്ലോ ചെയ്യുമ്പോഴാണ് കറണ്ട് ഇലക്ട്രിസിറ്റി വരുന്നത്. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആണ് അതിനകത്ത് മാഗ്നറ്റിസം ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ മാഗ്നറ്റിസം കറണ്ട് ഫ്ലോ ചെയ്തിട്ട് മാത്രമല്ല ഉണ്ടാകുന്നത്, വേറെ രീതിയിൽ മാഗ്നറ്റിസം ഉണ്ടാകുന്നതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ മാഗ്നറ്റിസത്തിന് എന്താണ്
കറണ്ടിന് മാഗ്നറ്റിസത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ തന്നെ മാഗ്നറ്റിസത്തിന് തിരിച്ച് കറണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പഠിപ്പിക്കുന്ന ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക്. പിന്നെ കറണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. രണ്ട് ടൈപ്പ് കറണ്ട് DC AC. DC വളരെ ചെറിയ ടോപ്പിക്കാണ്, നമുക്ക് ചാപ്റ്ററായിട്ട് പഠിക്കാനല്ല. AC കൊമ്പൻ ചാപ്റ്ററാണ്, മനസ്സിലാക്കാൻ ഭയങ്കര പാടുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പാടുള്ള പഠിക്കാം. ഓക്കെ. പിന്നെ അടുത്ത ഇലക്ട്രോ മാഗ്നറ്റിക്. ഓക്കെ. ഇനി ഞാൻ ഒരു കാര്യം, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? അഭിമന്യു ഓക്കെ ആണോ എന്ന് പറയാമോ? അഭിമന്യു അത് മൂവിംഗ് ചാർജസ് 14 മാർക്ക്. അതല്ലേ പറഞ്ഞാൽ പാടാം. അതിനകത്ത് 20 ഡെറിവേഷൻ ടോട്ടൽ 14. ഇത് ഫസ്റ്റ് കൂട്ടിയാണ്. ഇനി സെക്കൻഡ് കൂട്ടാത്ത റേ ഓഫ് ഡിവിഷൻ, അതും അതിനകത്ത് 25 ഡെറിവേഷൻ. അതല്ലേ പറഞ്ഞാൽ നമുക്ക് 110 ഡെറിവേഷൻ പഠിക്കണം ഏകദേശം, ഒരു ആവറേജ് ആണ്. ഓക്കെ. അപ്പം അഭിമന്യു എന്ന് പറഞ്ഞേ, അഭിമന്യു എങ്ങനെയുണ്ട്? സൂര്യകാന്തി എന്തെങ്കിലും കത്തിയോ? ശ്രേയ എന്ന് പറഞ്ഞേ. ശ്രേയയുടെ ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ്. ശ്രേയ എന്ന് പറഞ്ഞേ. മനസ്സിലായി. ഓക്കെ. ക്രിസിൻ എന്ന് പറഞ്ഞേ. മനസ്സിലായി സർ. ഓക്കെ. മേഘ എന്തെങ്കിലും കത്തിയോ? ഓക്കെ. പ്രവീണെ ഓക്കെ ആണോ? ഓക്കെ സർ. അനുഷ്ക, അർജുൻ ഓക്കെ സർ. അപ്പം സംഭവം ഒന്നുമില്ല, വലിയ പാടൊന്നുമില്ല. ഈ ചാപ്റ്ററിന്റെ കണക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിക്കും. ഒന്നുകൂടെ പറയാൻ പെട്ടെന്ന്, നമ്മൾ പഠിക്കുന്ന അതായത് ആദ്യത്തെ 8 ചാപ്റ്റർ ഫിസിക്സിലെ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ഫിസിക്സിന്റെ ബ്രാഞ്ചിലാണ് നമ്മൾ 8 ചാപ്റ്റർ പഠിക്കുന്നത്. ആ ഇലക്ട്രോ മാഗ്നറ്റിസം പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി 2 ബ്രാഞ്ചായിട്ട് തിരിക്കുന്നു. ഒന്ന് ഇലക്ട്രോ സ്റ്റാറ്റിക്സും, ഒന്ന് ഇലക്ട്രോ ഡൈനാമിക്സും. ഇലക്ട്രോ സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ റെസ്റ്റിലുള്ള ചാർജുകളെ പറ്റി പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചാണ് ഇലക്ട്രോ സ്റ്റാറ്റിക്സ്. മോഷനിലുള്ള ചാർജുകളെ പറ്റി പഠിക്കുന്ന ചാപ്റ്ററാണ് ഇലക്ട്രോ ഡൈനാമിക്സ്. റെസ്റ്റിലുള്ള ചാർജുകളെ പറ്റി പഠിക്കാൻ വേണ്ടി നമുക്ക്, അല്ലെങ്കിൽ റെസ്റ്റിലുള്ള ചാർജുകളെ പറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്ന 2 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡും, രണ്ടാമത്തെ ഇലക്ട്രോ സ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കപ്പാസിറ്റി. ഈ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജ് എന്ന് പറയുമ്പോൾ ഒരു ചാർജ് ഉണ്ടെന്നും, അല്ലെങ്കിൽ ചാർജ് 2 ടൈപ്പ് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്നും, ആ ചാർജിന് ചുറ്റിനും ഫീൽഡ് ഉണ്ടെന്നും, വേറൊരു ചാർജിനെ അതിനടുത്ത് കൊണ്ടുവന്നാൽ ഈ ചാർജ് അതിനെ ഫോഴ്സ് നൽകുന്നു. ഇതൊക്കെയാണ് നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. പിന്നെ കുറച്ച് തിയറംസും കുറെ ഡെറിവേഷൻസും ഉണ്ട്. ഓക്കെ. രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് ഒരു ചാർജ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ചാർജിനെ അതിന്റെ ഫീൽഡിനകത്തോട്ട് കയറ്റുമ്പോൾ നമ്മളൊരു വർക്ക് ഡൺ ചെയ്യണം. ആ ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ പറയുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഒരു ചാർജിനെ മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് ചാർജ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ പുതിയൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടാവും, അതിനെ കറണ്ട്. അങ്ങനെ ഒരു കണ്ടക്ടറിനകത്തൂടെ കറണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്ന ഹാൻസ് ക്രിസ്ത്യൻ ഓസ്റ്റേഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് നമ്മൾ പഠിക്കുന്നത്, മൂവിംഗ്. ഇനി കറണ്ട് കാര്യം കണ്ടക്ടറിന് ചുറ്റിനും മാത്രമല്ല മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്, എന്താണ് ഒരു മാഗ്നറ്റിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന കാര്യം കണ്ടുപിടുത്തങ്ങളിലൂടെ വന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മൂവിംഗ് മാഗ്നറ്റിസം പഠിക്കുന്നത്. പിന്നീട് മൈക്കിൾ ഫാരഡേ ലെൻസും കൂടെ കണ്ടുപിടിച്ചു. കറണ്ടിന് മാത്രമല്ല മാഗ്നറ്റിസം ഉണ്ടാക്കാൻ കഴിയൂ, മാഗ്നറ്റിസത്തിന് തിരിച്ചെന്ത് ചെയ്യാൻ പറ്റും, കറണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കണ്ടുപിടുത്തം മൈക്കിൾ ഫാരഡേ കൊടുക്കുന്നു. അതിനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. പിന്നെ കറണ്ടിനെ എത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് കറണ്ടിന്റെ രണ്ടിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കറണ്ടാണ് ആൾട്ടർനേറ്റ് കറണ്ട്. അപ്പൊ അതിനെ പറ്റി നമ്മൾ ഫുൾ ഗ്രാഫ് മനസ്സിലാകുന്നില്ല. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമുക്കറിയാം ഇതെല്ലാം ചാർജുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ചാർജിനെ ആക്സിലറേറ്റ് ചെയ്തില്ല. ആക്സിലറേറ്റ് എന്ന് പറയുന്നത് എന്താ? ടൈമിനനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോഴാണ് ആക്സിലറേഷൻ. അതായത് നീ ഒരു ചാർജിനെ എടുത്ത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നിന്ന് പോയി, അത് ആക്സിലറേറ്റഡ്. ആക്സിലറേറ്റഡും ആവും, കുറച്ച് നമ്മൾ ഡി ആക്സിലറേറ്റഡും അല്ലെ, ഡീസിലറേറ്റഡും. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. അതായത് ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നുണ്ടോ റേഡിയേഷൻ പുറത്തേക്ക് എമിറ്റ്. ആ റേഡിയേഷനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇത് കൂടാതെ ഒരു 6 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? 9ാമത്തെ ചാപ്റ്ററിന്റെ പേര് റേ ഓഫ് റേസ്, ഏറ്റവും വലിയ ചാപ്റ്ററാണ് റേ ഓഫ് റേസ്. 10ാമത്തെ ചാപ്റ്ററിന്റെ പേര് വേവ് ഓഫ് റേസ്, വേവ് ഓഫ് റേസ്. 11ാമത്തെ ചാപ്റ്ററിന്റെ പേര്
dual nature of matter and radiation. ഇതൊക്കെ നിങ്ങൾക്ക് ഇച്ചിരി പരിചയമൊക്കെ ഉള്ള ചാപ്റ്ററായിരിക്കും. dual nature of matter and radiation. നമ്മൾ കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് മാറ്ററിനകത്ത് രണ്ടാമത്തെ ചാപ്റ്ററിന് കുറച്ച് ടോപ്പിക്സ് ഒക്കെ പെട്ടെന്ന് പഠിപ്പിച്ചു. ഓക്കെ, dual nature of matter and radiation. അടുത്തത് 12ാമത്തെ ചാപ്റ്റർ നമുക്ക് ആറ്റംസിനെ പറ്റി പഠിക്കാനുണ്ട്. ഇത് നമ്മൾ അവിടെ പഠിച്ചത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ കുറെ സാധനങ്ങൾ ഇതിനകത്ത്, പക്ഷെ അവിടെ ഇല്ലാത്ത കുറച്ച് ഡെറിവേഷൻ കൂടെ ആഡ് ഓൺ ആയിട്ടുണ്ട്. പിന്നെ 13ാമത് ന്യൂക്ലിയർ. ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ 14ാമത് സെമി കണ്ടക്ടർ. ഇത് നിങ്ങൾ ഇതുവരെ പഠിക്കാത്തതാണ്. സെറ്റാണോ? ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു ബുക്ക് എടുക്കുക. ആ ബുക്കിന്റെ ഫസ്റ്റ് പേജിലോട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതി. Electrostatic potential and capacitance.
സാർ പറഞ്ഞോ. റേ ഓപ്റ്റിക്സ് അല്ലേ എഴുതുന്നത്? ഉറക്കെ പറയണേ, എനിക്ക് കേൾക്കുന്നില്ല. ഭയങ്കര വോയിസ് കുറവാണ്. സാറേ കേൾക്കാവോ ഇപ്പം? സാർ ആ റേ ഓപ്റ്റിക്സും വേവ് ഓപ്റ്റിക്സും ഒക്കെ എഴുതണം. അത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിക്കാം. ഓക്കെ സാർ. ഓക്കെ അല്ലേ? ഓക്കെ സാർ. ന്യൂക്ലിയസിനെ പറ്റി ബാക്കിയുള്ള ബയോട്ടിക്സ് ഭയങ്കരമാണ്. ബയോട്ടിക്സ് നമ്മൾ ഏകദേശമൊക്കെ പഠിച്ച് ഏകദേശമൊക്കെ ഉണ്ട്. ലെങ്ത്, നിറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വലിയ പ്രശ്നം കാണത്തില്ല, നിങ്ങൾ പഠിച്ച ഏകദേശം എല്ലാ കണ്ടെത്തും. പക്ഷെ എന്നാലും അതിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നു. നമുക്ക് ഇവിടെ ഒരു ചാപ്റ്റർ പ്രശ്നം, ഇതൊക്കെ ഇത്രയും ചാപ്റ്റർ എടുക്കും. ഈ 2 ചാപ്റ്റർ ഇതിനകത്ത് ഏകദേശം ഒരു 10-25 ഡെറിവേഷൻ. ഇതിനകത്ത് ഒരു 4 ഡെറിവേഷനേ ഉള്ളൂ. നമുക്ക് ഒരു 8 ഉണ്ടായിരുന്നു, പക്ഷെ ചിലതൊക്കെ ഡിലീറ്റ് ടോപ്പിക്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡെറിവേഷൻസ് ഒന്നും പഠിക്കുന്ന കൺസെപ്റ്റ് മാത്രം 4 ഡെറിവേഷൻ മസ്റ്റായിട്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഇനി നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലോട്ട് കയറിയിട്ട് കുറച്ച് കാര്യങ്ങൾ, ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ തരാൻ ഉദ്ദേശിക്കുന്നു. അപ്പം ആദ്യത്തെ ചാപ്റ്റർ എഴുതിക്കോ. ചാപ്റ്ററിന്റെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഇലക്ട്രിക് ചാർജസ്. അതില് സബ് ഹെഡിങ് ആയിട്ട് എഴുതേണ്ടത് ഇലക്ട്രിക് ചാർജസ്. എന്നിട്ട് ഒരു ഡോട്ട് ഇട്ട് എഴുതാം. ഇലക്ട്രിക് ചാർജ് is a physical property of matter that causes it to experience a force when placed in the electromagnetic എന്താണ് പറഞ്ഞത്? ഓക്കെ ആണോ? തെറ്റാണോ? ഓക്കെ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇലക്ട്രിക് ചാർജിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് എവിടെ വേണമെങ്കിൽ നിങ്ങളുടെ ചാർജ് ഇല്ലാത്ത ഒരാൾ, അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇതിന് ചാർജ് ഉണ്ടാകുന്നില്ല.
ഇതിന് ചാർജ് ഇല്ല. ശരി. അതായത് എന്റെ ചുറ്റിനും എന്താണ് ഡെസ്ക് ഉണ്ട്, ബെഞ്ചുണ്ട്, എന്റെ ബോർഡുണ്ട്, എന്റെ കയ്യിലൊരു എന്താ സെൻസർ പേനയുണ്ട്, ഞാൻ എഴുതുന്ന നോട്ട് പാഡ് ഉണ്ട്, അതേപോലെ എനിക്ക് ലാപ്ടോപ്പ് ഉണ്ട്, എന്റെ ലാപ്ടോപ്പിന്റെ കണക്റ്റിംഗ് വയറുണ്ട്, രണ്ട് ബെഞ്ചിൽ ഡെസ്കും ഉണ്ട്, ഈ ഇരുമ്പുണ്ട് ഇവിടെ അല്ലേ, ഈ ഇതിന്റെ ഫ്രെയിം എല്ലാം ഇരുമ്പാണ്, അത് കീബോർഡാണ്. മനസ്സിലായോ? ഈ ബിൽഡിംഗ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സിമെന്റും കട്ടയും കൊണ്ടാണ്. ഒന്ന് ആലോചിച്ചു. ഈ പറഞ്ഞ സാധനങ്ങളിനകത്തെല്ലാം ആറ്റം ഉണ്ടോ? ആറ്റത്തിനകത്ത് എന്തൊക്കെയുണ്ട്? പ്രോട്ടോൺ എന്ത് ചെയ്യാറില്ല, ഇലക്ട്രോൺ എന്ത് ചെയ്യാറില്ല. അപ്പൊ പിന്നെ ചാർജ് ഇല്ലാത്ത ഏതെങ്കിലും മനസ്സിലായോ? അപ്പൊ എല്ലാത്തിനകത്തും ചാർജ്. മനസ്സിലായോ? പക്ഷേ അൺചാർജ് എന്ന് പറഞ്ഞാലും ചാർജ് എന്ന് പറഞ്ഞാലും കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കണം. അൺചാർജ് എന്ന് പറയുമ്പോൾ ചാർജ് ഇല്ല. പോസിറ്റീവ് ചാർജിന് നെഗറ്റീവ് ചാർജിന്റെ എണ്ണം ഈക്വൽ ആണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞുതരാം. അതായത് സോഡിയം അറ്റോമിക് നമ്പർ 11 ആണല്ലോ. അപ്പൊ അതിനകത്ത് എന്തോ അതിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പൊ അതിനകത്ത് എന്തോ അതിനകത്ത് പ്രോട്ടോണും 11 ഇലക്ട്രോണും 11 എന്നല്ലേ അർത്ഥം ആണല്ലോ. അങ്ങനെയാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1 ആണല്ലോ. ഓക്കെ, ഇതിനകത്ത് ഇപ്പം ദിസ് ആറ്റം നമ്മൾ പഠിച്ചിട്ടുള്ളത് ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ആറ്റം അൺചാർജ് ആണ്. അൺചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ലെന്നല്ല അർത്ഥം. അതിനകത്തുള്ള പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം ഈക്വൽ ആണെന്നാണ്. അൺചാർജ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ ഇതിന് ചാർജ് ഇല്ലല്ലോ. ചാർജ് ഇല്ല, പക്ഷേ ഇത് ചാർജ് അല്ല. പക്ഷെ ഇതിനകത്ത് ചാർജ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ചാർജ് ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ചാർജ്. മനസ്സിലായോ? ചാർജ് ഉണ്ട് കാരണം ഇത് കാരണം ഈ തടി എന്ന് പറഞ്ഞ കാരണം കാർബണിനകത്ത് 6 പ്രോട്ടോണും 6 ഇലക്ട്രോൺ ഉണ്ട്. കാർബണിന്റെ ഒരാൾക്ക് അപ്പൊ ഇതിനകത്ത് ഫുള്ള് പ്രോട്ടോണും പ്രോട്ടോണും ഇലക്ട്രോണും ഉണ്ട് എന്താ നിറഞ്ഞിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇത് ന്യൂട്രൽ അൺചാർജ്. മനസ്സിലായോ? അൺചാർജ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ അതിനകത്ത് ചാർജ് ചെയ്യുന്ന ചാർജ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ആറ്റം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇലക്ട്രിക്കലി എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. എന്നാൽ ഇവന് ചാർജ് നമുക്ക് പറ്റിയ ചാർജ് എന്ത് ചെയ്താൽ മതി? ഇവൻ സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഔട്ടർ മോസ്റ്റ് സ്റ്റേജിൽ 8 ഇലക്ട്രോൺസ്. അപ്പം ഇവിടത്തെ സംബന്ധിച്ച് ഈ ഒരു ഇലക്ട്രോണെ കളഞ്ഞു. ഈ ഒരു ഇലക്ട്രോണെ കളഞ്ഞാൽ പ്രോട്ടോൺ എത്രയാണ്? 11. ഇലക്ട്രോൺ എത്രയാണ്? 10. ഇപ്പൊ ഇവിടെ ഒരു ഇംബാലൻസ് വന്നില്ല. ആ ന്യൂട്രാലിറ്റി നഷ്ടപ്പെട്ടില്ലേ? ഇപ്പൊ ഈ ചാർജ് ഏത് ചാർജാണ് കൂടിയിരിക്കുന്നത്? പ്രോട്ടോൺ എന്ത് ചാർജ്? പോസിറ്റീവ്. എത്ര പോസിറ്റീവ് ചാർജാണ് കൂടിയിരിക്കുന്നത്? അതുകൊണ്ടാണ് നിങ്ങൾ അയോൺ എഴുതുമ്പോൾ Na1. നിങ്ങൾ പണ്ട് കാണാൻ പഠിക്കുന്ന എങ്ങനെ, ടീച്ചർമാർ പഠിപ്പിക്കുന്ന എങ്ങനെ, ഒരു ഇലക്ട്രോൺ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ പ്ലസ്, ഒരു ഇലക്ട്രോൺ വാങ്ങിച്ചാൽ മൈനസ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല കൺസെപ്റ്റ്. ക്ലോറിൻ എടുക്കാം, Cl17. ഇത് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അതാണ് അൺചാർജ്. ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അൺചാർജ്. പ്രോട്ടോൺ ന്യൂട്രോൺ ആണെങ്കില്ല. അതായത് ഇതിനകത്ത് പ്രോട്ടോണും 17, ഇലക്ട്രോണും എത്രയാണ്? 17. എന്നാൽ ഇത് സ്റ്റേബിൾ ആവണം. എന്ത് ചെയ്യണം? 2, 8, 7 ഒന്ന് ആഡ് ചെയ്യണം. ഒന്ന് ആഡ് ചെയ്യുമ്പോൾ പ്രോട്ടോൺ എത്ര? 17. പക്ഷേ ഇലക്ട്രോൺ എത്ര? 18. ഇവരുടെ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ആ അൺചാർജ് നഷ്ടപ്പെട്ടോ? ന്യൂട്രാലിറ്റി നഷ്ടപ്പെട്ടു. ന്യൂട്രാലിറ്റി നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ആ ചാർജ് ആയി നടക്കും. ഏത് ചാർജാണ് കൂടിയിരിക്കുന്നത്? നെഗറ്റീവ്. എത്ര ചാർജ്? ഒരു ഇലക്ട്രോണിന്റെ ചാർജ് കൂടുതൽ, അതായത് ഒരു നെഗറ്റീവ് ചാർജ് കൂടുതൽ. അതുകൊണ്ടാണ് ക്ലോറിനെ Cl1-. നമ്മളെന്തോ പഠിച്ചിട്ടുള്ളത്? ക്ലോറിൻ ഒരു ഇലക്ട്രോൺ വാങ്ങിച്ചു, അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ്. അതിന് വരാൻ കാരണമാണ്. മനസ്സിലായി? അൺചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് ചാർജ് ഇല്ലാതെ ഒരിക്കലും ഉദ്ദേശിക്കും. പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ എണ്ണം അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിന്റെ നെഗറ്റീവ് ചാർജിന്റെ എണ്ണം ഈക്വൽ ആണെന്ന് വേണം ഉദ്ദേശിക്കുന്നത്. കാരണം ആപ്ലിക്കേഷൻ വൈസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചോദിക്കും. അൺചാർജ് ചാർജ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ അത് 0 എന്ന് പറഞ്ഞു എഴുതി വെക്കരുത്. അത് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് മനസ്സിലാക്കാം. ക്ലിയർ ആണ്? ഓക്കെ, അതാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ചാർജ് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി, മാറ്ററിന്റെ. ശരിക്കും ഇൻട്രിൻസിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു പ്രോപ്പർട്ടി. നിങ്ങൾ ഏത് മാറ്റർ എടുക്കുകയാണെങ്കിൽ മാറ്ററിനകത്ത് എല്ലാം ഉണ്ട്, ആറ്റത്തിനകത്ത് എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അതിന്റെ പ്രത്യേകത എന്താ? ഒരു ഇലക്ട്രിക് ഫീൽഡിലോ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ടോ ഒരു ചാർജിനെ കൊണ്ടുവച്ചാൽ സംഭവിക്കും.
ആ ചാർജ് ഒരു ഫോഴ്സ് മനസ്സിലായോ? അതാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഐഡിയ കിട്ടിയോ? കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എഴുതുക. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതുന്ന കാര്യം പറഞ്ഞുതരാം. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതുന്നത് there are two types of charge. ഇതൊന്നും കാണാൻ പഠിക്കില്ല കേട്ടോ. എന്തുവാ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ബേസിക് കൺസെപ്റ്റ് മാത്രമാണ്. ഇതൊന്നും കാണാൻ പഠിക്കുന്നുള്ള സാധനം വരുന്നേ ഉള്ളൂ. there are two types of charge. Positive and negative. അടുത്ത ഡോട്ട് എഴുതുന്നത് like charges repels and unlike charges attracts. Like charge repels and unlike charge attracts. ശരിയല്ലേ? ലൈക്ക് ചാർജ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അടുത്ത് വന്നാൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അൺലൈക്ക് ചാർജ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഇനി അടുത്തത് ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഡയറക്ഷൻ ഇല്ല. ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അടുത്തത് SI യൂണിറ്റ് ഓഫ് ചാർജ്. SI യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് എന്താ? കൂളം എന്ന് പറയും. COLOUM കൂളം എന്ന് പറയും. ചാർജ് യൂണിറ്റ് കൂളമാണ്. ഓക്കെ. അതേപോലെ ചാർജ് ഓഫ് പ്രോട്ടോൺ ഈസ് പോസിറ്റീവ്. ആണോ? അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ആൻഡ് ഈസ് അതിന്റെ വാല്യൂ എത്രയാണ്? പ്രോട്ടോണിന്റെ കൃത്യം വാല്യൂ. ഒരു പ്രോട്ടോണിന്റെ ചാർജ് എത്രയാണ്? പോസിറ്റീവ് 1.6 into 10⁻⁻⁹ കൂളം. ഒരു പ്രോട്ടോണിന്റെ ചാർജ്. അതേപോലെ തന്നെ ചാർജ് ഓഫ് ഇലക്ട്രോൺ ഈസ് നെഗറ്റീവ് ആണ്. ആൻഡ് ഈസ് നെഗറ്റീവ് 1.6 into 10⁻⁻⁷. ഇവിടെ നോക്കിയോ. ഇനി ഇങ്ങനെ എഴുതാം. മാറ്റർ വിത്ത് ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ആർ ന്യൂട്രൽ ഓർ അൺചാർജ്ഡ്. അതേപോലെ തന്നെ മാറ്റർ വിത്ത് excess number of electrons are negatively charged. അതേപോലെ തന്നെ മാറ്റർ വിത്ത് excess number of positive charge. Number of proton.
excess number of protons. Are positively. ഇത് നമ്മൾ പറഞ്ഞല്ലോ പ്രോട്ടോൺ കൂടുതലുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജ്, സോഡിയത്തിന് അങ്ങനെയാണ്, ഇലക്ട്രോൺ കൂടുതലുണ്ടെങ്കിൽ നെഗറ്റീവ് ചാർജ്, ക്ലോറിൻ അങ്ങനെയാണ് അല്ലേ? Okay. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് എന്ന് എഴുതുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് അറിയാമോ? ചാർജസ് ആർ അഡിറ്റീവ്. ചാർജസ് ആർ അഡിറ്റീവ്. അഡിക്റ്റഡ് അഡിറ്റീവ് ആഡ് ചെയ്യാൻ പറ്റും. ചാർജസ് ആർ അഡിറ്റീവ് എന്ന് പറയാൻ പറ്റുമോ? അതായത് ഇപ്പോൾ ഒരു പാത്രത്തിനകത്ത് 1 കൂളംബ് ചാർജ്, 2 കൂളംബ് ചാർജ്, 3 കൂളംബ് ചാർജ്, ടോട്ടൽ ചാർജ് 6 കൂളംബ്. അത് ആഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. അതായത് ഒരു 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 സിസ്റ്റത്തിനകത്ത് Q1 Q2 Q3 Q4 Q5 Q6 Q7 Q8 Q9 Q10 ടോട്ടൽ ചാർജ് എന്ത് ചെയ്താൽ അതെല്ലാം ആഡ് ചെയ്താൽ അതാണ് ചാർജസ് ആർ അഡിറ്റീവ്. ചാർജിനെ ആഡ് ചെയ്യും. രണ്ടാമത്തേത് ചാർജസ് ആർ കൺസർവ്ഡ്. ചാർജസ് ആർ കൺസർവ്ഡ്. ഇല്ല ചാർജസ് ആർ കൺസർവ്ഡ്. ഇതെന്താ പറയുക? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഞാനൊരു പാത്രം എടുക്കും, അതിനകത്തൊരു 3 കൂളംബ് ചാർജ്, ഒരു 2 കൂളംബ് ചാർജ്, ഒരു 5 കൂളംബ് ചാർജ്. അതിനെ ഒന്ന് ചൂടാക്കുക. ചൂടാക്കുക എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റത്തിനകത്ത് ഒരു തെർമോഡൈനാമിക്സ് ചേഞ്ച് കൊടുക്കാമെന്നാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ചാർജിലാണ് മാറും, വ്യത്യാസപ്പെട്ട് പോകുന്നതാണ്. പക്ഷെ ഇപ്പൊ ഹീറ്റ് ചെയ്യുന്നതിന് മുന്നേ അത് ടോട്ടൽ എത്ര ചാർജ് ഉണ്ടായിരുന്നു? 10 കൂടും. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം ചിലപ്പോൾ അവിടെ ചേഞ്ച് ഉണ്ടാവും. എന്താ ഈ 3 എന്നുള്ളത് 4, 2 എന്നുള്ളത് ചിലപ്പോൾ 3, 5 എന്നുള്ളത് 4, 7, 10, അപ്പോഴും 10. അതാണ് ചാർജസ് ആർ കൺസർവ്ഡ്. ചാർജ് എപ്പോഴും കൺസർവ്ഡ് ആയിരിക്കും. എന്ത് ചേഞ്ച് ഉണ്ടായാലും ഒരു സിസ്റ്റത്തിനകത്ത് ചാർജ് കൺസർവ്ഡ് ആയിരിക്കും. ഓക്കെ. ഈ മൂന്നാമത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി, ചാർജസ് ആർ ക്വാണ്ടൈസ്ഡ്. ഈ പഠിച്ചിട്ടുണ്ടോ ഞാൻ ക്ലാസ്സിൽ? ചാർജസ് ആർ ക്വാണ്ടൈസ്ഡ്. എന്താ ഈ ചാർജസ് ആർ ക്വാണ്ടൈസ്ഡ് എന്ന് പറയുന്നത്? നോക്കിയോ പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിക്കണേ. ഓൺലൈനിലുള്ള ഒരു ആപ്പിളിന് 2 രൂപ, 2 ആപ്പിളിന് 3 ആപ്പിളിന്. ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ആൻസർ ഇങ്ങനെ പറയും. ഒരു ടീച്ചറാണ് എങ്ങനെ പറഞ്ഞു കൊടുക്കണം? അങ്ങനെ പറഞ്ഞു കൊടുക്കണം. 2 × 1 1 × 2 ആപ്പിൾ വരുമ്പോൾ 2 × 2. 3 ആപ്പിൾ വരുമ്പോൾ 3 × 2 റുപ്പീസ്. ശരിയല്ലേ? ആണല്ലോ. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. നല്ല കൃത്യമായിട്ട് അല്ലേ? അതേപോലെ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 × 10⁻⁻⁹. അപ്പൊ നിങ്ങൾ ഒരിക്കലും മൈനസ് ഇടണ്ടേ? പ്രോട്ടോൺ അല്ലെ പ്ലസ്? നമ്മളെപ്പോഴും മാഗ്നിറ്റ്യൂഡ് എടുക്കാറുണ്ട്. അത് പ്രോട്ടോൺ ഇലക്ട്രോൺ ക്വസ്റ്റ്യൻ മാഗ്നിറ്റ്യൂഡ് എടുക്കാറുണ്ട്. ഞാൻ ഇത് എടുക്കും. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഒരു കാര്യം പറഞ്ഞിട്ട് പറയാം. അതായത് ഇ മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ എന്ന് പറഞ്ഞാൽ
എപ്പോഴും ആലോചിച്ചോണം. അത് നിങ്ങൾ വേണമെങ്കിൽ സൈഡിൽ എവിടെയും എഴുതിയിട്ടോണം. ഈ ഇ മൈനസ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ഈ റെപ്രസെന്റ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എന്നുള്ളതാണ് അതിനർത്ഥം അത് ഇലക്ട്രോൺ ആണെന്നല്ല അർത്ഥം, ഇലക്ട്രോണിന്റെ ചാർജ് ആണെന്നാണ്. ഇലക്ട്രോൺ ആണെന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഈ മൈനസ്. ഇനിയും പറഞ്ഞുതരാം. ഇവിടെ നോക്കി, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇ എന്ന് പറഞ്ഞാൽ എന്താ 1.6 × 10⁻⁻⁹ ഒരു ഇലക്ട്രോൺ. അപ്പൊ 2 ഇലക്ട്രോണിന്റെ ചാർജ് എത്രയായിരിക്കും? 2 × E, അതായത് 2 × 1.6 × 10⁻⁻⁹. 3 ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? ആ 3 × E എത്രയാ? 3 × 1.6 × 10⁻⁻⁹. അങ്ങനെയാണെങ്കിൽ n ഇലക്ട്രോണിന്റെ ചാർജ് എത്രയായിരിക്കും? അതുകൊണ്ടാണ് നമ്മളിവിടെ ക്വാണ്ടൈസ് എന്ന് പറയുമ്പോൾ Q ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇലക്ട്രോണിക് ചാർജിന്റെ ഇൻഡിജർ മൾട്ടിപ്പിൾ. ഓക്കേ, Q = ഇതാണ് ക്വാണ്ടൈസേഷൻ. അവിടെ നിന്ന് നമുക്ക് n കണ്ടുപിടിക്കാം. n = എത്രയാ? Q/E. ഇത് രണ്ടും ചില്ലിൽ കൂട്ടിലാക്കി. സെറ്റാണ്? ക്ലിയർ ആണോ? ഐഡിയ കിട്ടിയോ? ഇവിടെ n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ? കേൾക്കത്തില്ലേ? ഇപ്പൊ കേൾക്കാമോ? n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതായത് ഇപ്പം ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുമ്പോൾ 1 E ആണ്. E എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? E മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യുന്നു. E എന്ന് പറയുമ്പോൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ചാർജ്. അപ്പൊ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ 1 E ആയിരിക്കും. അതെന്താ 1 × 1.6 × 10⁻⁻⁷. 2 ഇലക്ട്രോൺസിന്റെ ചാർജ് എത്രയാ? 2 E ആയിരിക്കും. 2 E എന്ന് പറയുമ്പോൾ എത്ര? 2 × 1.6 × 10⁻⁻⁹. അങ്ങനെയാണെങ്കിൽ n ഇലക്ട്രോൺസിന്റെ ചാർജ് എത്രയാ? n E ആയിരിക്കും. n E എന്ന് പറയുമ്പോൾ എത്ര? n × 1.6 × 10⁻⁻⁷. അപ്പം ഒരു സിസ്റ്റത്തിനകത്തുള്ള മൊത്തം ചാർജ് എന്ന് പറയുന്നത് Q എന്ന് എടുക്കണം. അതെന്തായിരിക്കും? എത്രയോ ഇലക്ട്രോൺസിന്റെ n ടൈംസ്. ശരിയല്ലേ? എത്രയോ ഇലക്ട്രോണിക് ചാർജിന്റെ n ടൈംസ്. ശരിയല്ലേ? അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പാത്രത്തിനകത്ത് 10 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് മൊത്തം ചാർജ് എത്രയാണ്? Q = എത്ര? 10 × E. അതായത് 10 × എത്ര? 1.6 × 10⁻⁻⁷. അത്രയും ടോട്ടൽ ചാർജ് ആണ് ഇതിനകത്ത്. ഞാൻ തിരിച്ചു ചോദിക്കാം, എന്താ ഒരു കൂളമ്പിനകത്ത് എത്ര ചാർജ് ഉണ്ടെന്ന് ചോദിക്കാം. എങ്ങനെ? ഇപ്പൊ ഒരു കൂളമ്പിനകത്ത് എത്ര ചാർജ് ഉണ്ട്? ഒരു കൂളമ്പ് എന്ന് പറയുമ്പോൾ എത്ര ചാർജ് ഉണ്ട്? എത്ര ഇലക്ട്രോൺ? അതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ Qന്റെ എവിടെ എടുത്ത് കൊടുത്താൽ 1 ഇട്ട് കൊടുത്താൽ ഇലക്ട്രോൺ എവിടെ എടുത്ത് കൊടുത്താൽ ഇലക്ട്രോൺ ചാർജ് 1.6. അപ്പൊ 1/1.6 അതാണ് 6.2 ഇലക്ട്രോൺ. അപ്പം നമുക്ക് ഇങ്ങനെ വേണം നോക്കാം. അതായത് അതുകൂടെ വേണമെങ്കിൽ ഇതിലൂടെ എഴുതിക്കാം. ഹൗ മെനി ഇലക്ട്രോണിക് ചാർജസ് are present in 1 coulomb charge. ഒരു കൂളംബ് ചാർജിൽ എത്ര ഇലക്ട്രോണിക് ചാർജ് ഉണ്ട്? n = എന്താ? Q/E ആണ്. Q ടോട്ടൽ ചാർജ് 1 കൂളംബ് ആണ്. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് 1.6 × 10⁻⁻⁹ ആണ്. അപ്പൊ 1/1.6 ചെയ്യുമ്പോൾ നമുക്ക് 6.25 വരും. പോയിന്റൊക്കെ മാറ്റുമ്പോഴാണ് കേട്ടോ. പോയിന്റൊക്കെ മാറ്റുമ്പോൾ 6.25 × 10⁻⁸. ശരിക്കും ഇത്രയും ഇലക്ട്രോണിന്റെ ചാർജ് ആണ് എന്ത് 1 കൂളംബ്. നമ്മുടെ ഇദ്ദേഹത്തിന് മനസ്സിലായോ? അഭിമന്യു കേൾക്കാമോ? കേൾക്കാം സാർ. ഓക്കെ ആണോ? ഓക്കെ സാർ.
അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയും പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു.